വെൽക്കം ബാക്ക് എവരി വൺ. നമ്മൾ ഈ ബിസിനസ് പ്രസൻറ്റേഷൻ ടിപ്സ് ചെയ്യാനൊന്ന് പറയാം. നമ്മളത് വളരെ കൂടുതലായിട്ട് പഠിക്കേണ്ടതാണ്. നമുക്ക് ഇതിനകത്തൊരു മിനിമം എങ്കിലും നമുക്ക് പഠിക്കാനായിട്ട് നോക്കാം. കാരണം പലപ്പോഴും നമുക്ക് ഫണ്ട് മൊബിലൈസ് ചെയ്യാനും പാർട്ട്നേഴ്സിനെ എടുക്കാനും ഒരു കൂട്ടായ യത്നം നടത്താനൊക്കെ ആവശ്യമുള്ളതാണല്ലോ. അപ്പം പ്രധാനമായിട്ടും നമുക്ക് പ്രിപ്പറേഷൻ ആൻഡ് പ്ലാനിങ് ആദ്യം നമ്മൾ നല്ലപോലെ തയ്യാറാക്കിയിട്ട് നല്ല ഹോംവർക്ക് ചെയ്തിട്ട് വ്യക്തമായ എവിഡൻസസും സ്റ്റാറ്റിസ്റ്റിക്സും ഒക്കെ ആയിട്ട് വേണം ചെയ്യാനായിട്ട്. അതിന് മുമ്പ് നമ്മൾ അറിയുന്നത് നോ യുവർ ഓഡിയൻസ്. ആരാണിത് കേൾക്കാനായിട്ട് പോകുന്നത്? ചിലപ്പം ഇൻവെസ്റ്റർ ആണോ, പാർട്ട്ണറാണോ, ആരാന്നുള്ളതൊക്കെ നമ്മൾ നോക്കണം. റെഗുലേറ്റർ ആണോ? ഇനി ഡിഫൈൻ യുവർ ഒബ്ജക്റ്റീവ്സ്. എന്തുകൊണ്ടാണ് ഞാൻ ഈ പ്രസൻറ്റേഷൻ നടത്തുന്നത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞുകൊണ്ട് വേണം. ഇനി ചൂസ് എ ക്ലിയർ ആൻഡ് കൺസൈസ് ടോപ്പിക്. വ്യക്തത വേണം അതിനകത്ത്. ഇനി ക്രിയേറ്റ് എ ക്ലിയർ ഓർ വെൽ ഡിഫൈൻഡ് ബിഗിനിങ്, മിഡിൽ ആൻഡ് എൻഡ്. സ്ട്രക്ചർ ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പല പ്രാവശ്യം ഇതിനെ റിഹേഴ്സ് ചെയ്ത് ടൈം ലിമിറ്റ്, എന്നിട്ട് ആ ടൈം ലിമിറ്റിനകത്ത് തന്നെ പല പ്രാവശ്യം റിഹേഴ്സ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ടോപ്പിക്കിനെ നന്നായിട്ട് നമ്മൾ റിസർച്ച് ചെയ്യണം. ഇനി നമ്മളതിനകത്ത് ഉപയോഗിക്കുന്ന എല്ലാ ഡേറ്റകളും സ്റ്റാറ്റിസ്റ്റിക്സും റിലയബിൾ സോഴ്സിൽ നിന്നുള്ളതായിരിക്കണം. സോഴ്സ് അതിനകത്ത് കാണിക്കുകയും വേണം. പിന്നെ ഓർഗനൈസ് യുവർ കണ്ടൻറ്റ് ലോജിക്കലി. അപ്പം വന്നതിന് ശേഷം വരേണ്ട അതെന്താണോ ലോജിക്കലി നമ്മളത് ഓർഡർ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു ആദ്യമേ തന്നെ നമ്മളൊരു ഔട്ട്ലൈൻ, സ്ലൈഡൊക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പ്, പിച്ചിലൊക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളൊരു ഔട്ട്ലൈൻ കൊടുക്കണം. ഇന്നതൊക്കെയാണ് ഇതിനകത്ത് വരാൻ പോകുന്നത്. നമുക്ക് ഒരു സ്ലൈഡിൽ സാധാരണഗതിയിൽ ഒരു 3 മുതൽ 5 വരെ ഐഡിയയാണ് സാധാരണഗതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. പിന്നെ നമ്മളെപ്പോഴും ഒരു കമ്പലിങ് ഓപ്പണിങ്, അറ്റൻഷൻ അറസ്റ്റിംഗ് ആയിരിക്കണം. അറ്റൻഷൻ ഗ്രാബ് ചെയ്യാനായിട്ട് പറ്റണം. അപ്പോൾ അതിന് നമ്മൾ പല പ്രാവശ്യം പ്രാക്ടീസ് എന്നിട്ടേ നമ്മൾ ഡെലിവറിക്ക് വരാവൂ. നമുക്ക് പലപ്പോഴും നമ്മുടെ വളരെ വേണ്ടപ്പെട്ടവരുടെ മുന്നേ ചെയ്യാം, മിററിൻ്റെ മുന്നേ ചെയ്യാം, പല വിധത്തിൽ ഇത് ചെയ്യാം. എന്തൊക്കെ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ടെന്നുള്ളത് വളരെ ഇത് ചെയ്യുകയും നേരത്തെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുകയും അത് വളരെ പ്രിപ്പയർഡ് ആയിരിക്കുക, അതിന് ഓണസ്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് കൊടുക്കാനായിട്ടും പറ്റണം. ആൻഡ് ഈ റിഹേഴ്സ് ചെയ്യുമ്പം തന്നെ എത്ര ടൈം കൊണ്ട് തീരും എന്നുള്ളത് നമുക്കിപ്പോൾ ഈ പലപ്പോഴും ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ്, ബിസിനസ് പാർട്ട്നേഴ്സ് നമുക്ക് ദുബൈയിൽ കിട്ടും. കൊച്ചിയിലൊരിക്കൽ കേരള ഗവൺമെൻറ് നമുക്ക് അങ്ങനെ ഒരു പരിപാടി നടത്തിയിരുന്നു. നമുക്ക് പാർട്ട്നേഴ്സിനെ കണ്ടെത്താൻ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ബാംഗ്ലൂർ കൂടെ വരും. ഡൽഹിയിൽ മിനിസ്ട്രി ഓഫ് MSMEയുടെ ഒക്കെ ചിലപ്പോൾ പരിപാടിക്കകത്ത് നമുക്ക് പോയി പ്രസൻറ്റ് ചെയ്യാനായിട്ട് ഓപ്പർച്യൂണിറ്റി കിട്ടുവാണെങ്കിൽ അതിൽ നമുക്ക് രജിസ്റ്റർ ചെയ്ത് നമുക്ക് തീർച്ചയായിട്ടും. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വരാൻ പോകുന്ന ഈ ഫണ്ടേഴ്സിനെയൊക്കെ നമുക്ക് നേരത്തെ തന്നെ അവർ സൈറ്റിൽ ചെയ്ത് ആരെയൊക്കെ കാണണമെന്ന് നമ്മൾ ഓൺലൈനിൽ ഫിക്സ് ചെയ്യണം. ആ ടൈമുള്ളവരെ മാത്രം നമുക്ക് കാണാനായിട്ട് ചിലപ്പോൾ പറ്റുന്നു വരും. അത് പ്രത്യേകം ഓർക്കണം. പിന്നെ സ്റ്റോറി ടെല്ലിങ്, നമ്മൾ അതിലേക്ക് വന്നതും അതിൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള വളരെ എൻഗേജിങ് ആയിട്ടുള്ള സ്റ്റോറി ടെല്ലിങ് 1 മിനിറ്റ് ഓർ 2 മിനിറ്റ്സ് കൊണ്ട് തീർക്കാനായിട്ട് പറ്റണം. പിന്നെ ചില അനക്ഡോട്ട്സ് അല്ലെങ്കിൽ റിയൽ വേൾഡ് എക്സാമ്പിൾസ് ഒക്കെ പറയാൻ പറ്റണം. പിന്നെ നമുക്കൊരു പേഴ്സണലൈസ് യുവർ കണ്ടൻറ്റ് വളരെ അപ്രോപ്രിയേറ്റ് ആയിട്ട് പറയണം. പിന്നെ നമുക്കൊരു വളരെ സ്ട്രോങ് മെമ്മറബിൾ ആയിട്ടുള്ള രീതിയിലാണ് അത് അവതരിപ്പിക്കേണ്ടത്. വിഷ്വൽസ് വളരെ സ്ട്രാറ്റജിക് ആയിട്ട് വേണം നമ്മൾ നമ്മുടെ ഓരോ പോയിൻറ്റിനെയും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ. അങ്ങനത്തെ സ്ലൈഡൊക്കെ ആയിരിക്കണം നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. പിന്നെ സ്ലൈഡ് നമ്മൾ ചെയ്യുമ്പോഴും വളരെ അൺക്ലറ്റേഡ് ആയിട്ട് വിഷ്വലി അപ്പീലിംഗ് ആയിട്ട് പകുതിയായിട്ടൊന്നും വരരുത്. ഇനി യൂസ് എ കൺസിസ്റ്റൻറ്റ് കളർ സ്കീം. അതുപോലെ തന്നെ ഫോണ്ട് സൈസ്, പിന്നെ വളരെ റീഡബിൾ ഫോണ്ടൊക്കെ ആയിരിക്കണം. ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്യുന്നത് നമ്മുടെ ബില്യനെയർ മൈൻഡ് സെറ്റിലൊക്കെ നിങ്ങൾ വരുമ്പോൾ ഇത് കൊണ്ടുവരാം ലാപ്ടോപ്പിൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് വളരെ താല്പര്യമുള്ള ആൾക്കാർ വരും. ചിലപ്പോൾ എന്നോട് വന്നു കഴിഞ്ഞാൽ പറയാറുണ്ട്, നല്ല ബിസിനസ് വല്ലതും കാണുവാണെങ്കിൽ സാർ ഒന്ന് റെക്കമെൻഡ് ചെയ്യുമോ. അപ്പോൾ ഞാൻ അപ്പം തന്നെ പറയും, നിങ്ങൾ ചൂസ് ചെയ്യണം, ഞാൻ ചൂസ് ചെയ്യുന്നതല്ല ഇവിടുത്തെ രീതി. അപ്പം നമ്മൾ എത്രമാത്രം കൺവിക്ഷനോട് കൂടി നമ്മുടെ പ്രോജക്റ്റിനെ അവിടെ പ്രസൻറ്റ് ചെയ്യാൻ തയ്യാറാവുന്നുള്ള. PMS 1-ലും 2-ലും 3-ലും എല്ലാത്തിലും മാത്രം വരാം. പിന്നെ നമ്മൾ പറയുന്നത് ബുള്ളറ്റ് പോയിൻറ്റ്സ്,
ബുള്ളറ്റ് പോയിൻറ്റ്സ് നമുക്ക് ഒന്നുകിൽ അത് സ്പെയറിങ്ങിൽ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് വിഷ്വൽസ്, ഷോർട്ട് സെൻറ്റൻസസ് ആയിരിക്കണം. അതുപോലെ വളരെ ഹൈ ക്വാളിറ്റി ഇമേജസ് ആയിരിക്കണം. അതുപോലെ തന്നെ നല്ല ഗ്രാഫിക്സ്, ഇൻഫോഗ്രാഫിക്സ്, ലേറ്റസ്റ്റ് ട്രെൻഡിലുള്ള, അപ്പോൾ വിഷ്വൽ എലമെൻ്റ് എൻഹാൻസ് ചെയ്യാൻ പറ്റിയ എന്തും, അപ്പോൾ കൃത്യമായി നമ്മുടെ മെസ്സേജ് കൺവേ ചെയ്യാൻ പറ്റുക. അതുപോലെ തന്നെ ഒരു ക്ലിയർ ഹയറാർക്കി ഓഫ് ഇൻഫർമേഷൻസ്. ടെക്സ്റ്റ് എപ്പോഴും നമ്മൾ ലിമിറ്റ് ചെയ്യണം പോയിൻറ്റ്സ്. സ്ലൈഡ് റീഡ് ചെയ്യരുത്, റീഡ് ചെയ്യുകയല്ല വേണ്ട. നമ്മൾ വെർബാറ്റിന് അതുപോലെ പറയരുത്. നമ്മൾ അതിൽ നോക്കിയ ഐഡിയ പറയുക അവിടെ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റാത്ത ആളാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു പാർട്ട്ണറെ ഉപയോഗിക്കുകയോ വേറൊരാളെ ഉപയോഗിക്കുകയോ ചെയ്യാം. നിങ്ങൾക്ക് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിനെ ഉപയോഗിക്കാം, കമ്പനി സെക്രട്ടറി ഉപയോഗിക്കാം, തേർഡ് പാർട്ടി ഉപയോഗിക്കാം, ഇതൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. നമുക്ക് ഈ ആനിമേഷനും സൗണ്ടും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് വളരെ സ്പെയറിങ്ങിലാണ് നല്ലത്. കഴിവതും അതിപ്പം ഈ കാലത്ത് അത് ഔട്ട്ഡേറ്റഡ് ആണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വളരെ ക്ലിയർ ആയിട്ടൊരു പ്രൊഫഷണൽ സ്ലൈഡ് ടെംപ്ലേറ്റ് ഉപയോഗിക്കുക നല്ലത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒരു കോൺട്രാസ്റ്റ്, ടെക്സ്റ്റുമായിട്ടുള്ള കോൺട്രാസ്റ്റ്, വിഷ്വലി അത് സ്റ്റാൻഡ് ഔട്ട് ചെയ്യണം. പ്രോപ്പർ അലൈൻമെൻറ്റ്, സ്പേസിങ് എല്ലാം കൂടെ നിറഞ്ഞു നിൽക്കരുത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ലേബൽ ചെയ്യണം. എല്ലാ ചാർട്ടുകളും ഗ്രാഫിക്സും ഒക്കെ വളരെ ക്ലിയർലി. എല്ലാത്തിനും ടൈറ്റിൽസൊക്കെ വേണം. ഓരോ സ്ലൈഡിനും ടൈറ്റിൽസ് വേണം. പിന്നെ നമുക്ക് ഓരോ സ്ലൈഡിനും നമ്പറിങ് വേണം. എക്സസീവായിട്ടുള്ള ജാർഗൻസോ ആക്രോണിമൊന്നും നമ്മൾ ഉപയോഗിക്കരുത്, നമുക്ക് മാത്രം അറിയാവുന്നത്. പിന്നെ നമുക്കൊരു എല്ലാവർക്കും റിലേറ്റബിൾ ആയിട്ടുള്ള സിമ്പിൾ ലാംഗ്വേജ് ആയിരിക്കും എപ്പോഴും നല്ലത്. പ്രൂഫ് റീഡ് ചെയ്യണം. AI ഉപയോഗിച്ച് പ്രൂഫ് റീഡ് ചെയ്യുമായിരിക്കും. നമ്മൾ ചിലപ്പോൾ ചിലപ്പോൾ കാണും ഗ്രാമർ, സ്പെല്ലിംഗ് ഒക്കെ. അതുപോലെ തന്നെ ഗ്രാമർലി എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, അതിനകത്ത് വെച്ച് ചെയ്യുമായിരിക്കും. പെയ്ഡ് വേർഷനാണ്, നല്ല ആക്യുറസി കിട്ടും അതിനകത്ത്. പിന്നെ നമുക്ക് അതിനകത്തോടെ തന്നെ ഒരു ബ്രാൻഡിങ്, കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു ബ്രാൻഡിങ് നടക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ഒരു സമ്മറി അവസാനം വേണം അറ്റ് ദി എൻഡ് ഓഫ് ദി സ്ലൈഡ്സ്. പിന്നെ എൻഗേജ് ചെയ്യാവുന്ന ടെക്നിക്സ് എന്തെങ്കിലും ഉപയോഗിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ. പിന്നെ ഓഡിയൻസുമായിട്ട് ഐ കോണ്ടാക്ട്സ് നമുക്ക് പുലർത്തണം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ജെസ്റ്റേഴ്സൊക്കെ കൈയെടുത്ത് പറയാനും കണ്ണുവെച്ചു ബോഡി ലാംഗ്വേജ് വളരെ ഇതായിരിക്കണം. അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ടോൺസ് കൂടിപ്പോവുകയും താന്നു വരികയും പിന്നെയും കൂടിപ്പോവുകയും വേരി ചെയ്തുകൊണ്ടിരിക്കണം. സംസാരത്തിനിടയ്ക്ക് നല്ല എന്തൂസിയാസം വരണം. ഇടയ്ക്ക് നമ്മൾ നിർത്തി പറയണം. ചില സ്ഥലത്ത് നമ്മൾ എംഫസൈസിങ് കൊടുക്കണം. പിന്നെ ഇത് കഴിയുമ്പോൾ നമുക്ക് ഓഡിയൻസിനെ ഇൻട്രാക്റ്റ് ചെയ്യാനായിട്ടും ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് അത് പറയണം. ഞാനിത് സ്ലൈഡ് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് ഇൻട്രാക്റ്റ് ചെയ്ത് കളയാം, എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഒന്ന് അവർ റിസർവ് ചെയ്യണമെന്ന് പറയണം. പിന്നെ എൻഗേജ് വിത്ത് ഓഡിയൻസ് ഇമോഷൻസ്, മാക്സിമം ഇമോഷൻസ് അതിൽ ഉൾപ്പെടുത്താനായിട്ട് അവരുടെ ഇമോഷൻസ് ഇൻവോൾവ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പിന്നെ നല്ലതാണ്. ജുഡീഷ്യസ്ലി നമുക്ക് അവരുടെ മൂഡ് ലൈറ്റൻ ചെയ്യാൻ പറ്റിയ ഹ്യൂമേഴ്സൊക്കെ ഉപയോഗിക്കാം. ഇനി ക്രിറ്റിസിസംസോ അഡ്മിനിസ്ട്രേഷനെയോ ഗവൺമെൻറ്റിനെയോ ഒന്നും ക്രിറ്റിസിസംസ് ഒന്നും ഉപയോഗിക്കാതിരിക്കുമായിരിക്കും നല്ലത്. ന്യൂട്രലായിട്ടുള്ള സംഭവമായിരിക്കും. പിന്നെ ഷെയർ റെലവൻറ്റ് ആൻഡ് സർപ്രൈസിങ് ഫാക്ട്സ് ആയിരിക്കും കൊടുക്കുന്നത്. നമുക്കെപ്പോഴും ഒരു വളരെ കമ്പലിംഗ് ആയിട്ടുള്ള സ്റ്റോറി, പിന്നെ വളരെ പോയിൻറ്റ്സ് നമ്മൾ ഇല്ലുസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ട്, അനാലജീസ് നമ്മൾ ഉപയോഗിച്ച് നമ്മുടെ കോൺസെപ്റ്റിനെ വളരെ സിംപ്ലിഫൈ ചെയ്തിരിക്കാം. പിന്നെ ഓഡിയൻസ് പാർട്ടിസിപ്പേഷൻ നമുക്ക് ചോദിക്കാം ഡിസ്കഷനകത്ത്. ഹൗ മെനി ഓഫ് യു ആർ ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞ് കൈ ഉയർത്താനായിട്ട് നമുക്ക് കൈ ഉയർത്താൻ പറയണ്ട, കൈ അങ്ങ് ഉയർത്തിയാൽ മതി. പിന്നെ ഹൗ മെനി ഓഫ് യു സപ്പോർട്ട് ദിസ് പോയിന്റ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഇടയ്ക്ക് ചോദിക്കാം. അവരപ്പോൾ എൻഗേജ് ചെയ്യുകയാണ്. യൂസ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാം ഡിസ്കഷനിലേക്ക് വരുമ്പോൾ. നമുക്ക് ചില വിഷ്വൽ കൂസ് നമുക്ക് കൊടുക്കാം. ആൻഡ് റിലേറ്റബിൾ ആയിട്ടുള്ള അനക്ഡോട്ട്സ് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് കണ്ടൻറ്റ് പലപ്പോഴും ഓഡിയൻസിൻ്റെ നീഡ് അനുസരിച്ച് നമുക്ക് പോയിൻ്റ് ചെയ്യാം. നമുക്ക് റൂൾ ഓഫ് 3 മെമ്മറബിൾ ആയിട്ടുള്ള പോയിൻറ്റ്സ് മാത്രം ഓരോ സ്ലൈഡ്സിനും കൊടുക്കാം. പിന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഡെമിനിയർ ആയിരിക്കണം, നമ്മുടെ പ്രകൃതമായിരിക്കണം. അതിനെക്കുറിച്ച് വളരെ പാഷനേറ്റ് ആയിട്ട് പറയണം. പിന്നെ ആൾക്കാരോട് നമ്മൾ വളരെ എമ്പതിയോടും കൂടി അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെന്നുള്ള രീതി വേണം പറയാനായിട്ട്. ആൻഡ് പ്രാക്ടീസ് ആക്റ്റീവ് ലിസണിങ്. അവരിങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ വളരെ ശ്രദ്ധാപൂർവ്വം നമുക്ക് ചോദിക്കാം. ചില ക്ലാരിറ്റി അവരോട് തന്നെ ചോദിച്ചിട്ട് പറയാം.
ഡെലിവറി സ്കില്ല് നമ്മൾ എടുക്കണം. അപ്പോൾ ഇതിന് നമുക്ക് പിന്നീടുള്ള കോഴ്സിനകത്ത് നമുക്ക് ലേണിംഗ് കോഴ്സിനകത്ത് ഇതിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്, പ്രസൻറ്റേഷൻ മെത്തേഡ്സ് കൊടുത്തിട്ടുണ്ട്. അതിന് നിങ്ങൾക്ക് കുറച്ചുകൂടെ കൂടുതൽ പഠിക്കാം. അല്ലാതെ നമ്മുടെ ലൈവ് ക്ലാസ്സിനകത്ത് നിങ്ങളെ കൊണ്ട് തന്നെ പ്രസൻറ്റ് ചെയ്യിക്കുന്നുണ്ടാകും, നിങ്ങൾ പ്രസൻറ്റ് ചെയ്തുകൊണ്ട് വരുമ്പോൾ. അപ്പോൾ അതിനകത്തുള്ള മിസ്റ്റേക്കൊക്കെ അവിടെ തന്നെ, പ്രത്യേകിച്ച് BMS 6 1 2 എല്ലാം ഇതുണ്ടാവും. ഇനി നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മോഡറേറ്റ് പേസിൽ, സ്പീഡ് കൂട്ടിപ്പോകരുത്. പിന്നെ നമുക്ക് മൈക്രോഫോൺ ഉപയോഗിക്കേണ്ട ലാർജ് ഓഡിയൻസ് ആണ് മൈക്രോഫോൺ ഉപയോഗിക്കണം. നല്ല സൗണ്ട് വേണം, അലറി വിളിക്കേണ്ട, പക്ഷെ അറ്റ് ദ സെയിം ടൈം ഒരു മീഡിയം സൗണ്ടിൽ, പ്രൊനൗൺസിയേഷനൊക്കെ വളരെ ഇതായിട്ട് ഉപയോഗിക്കണം. പിന്നെ നമ്മൾ നെർവസ്നെസ് ആയിട്ടുള്ള ഹാബിറ്റ് ഉണ്ട്, അതൊക്കെ നമുക്ക് കഴിവതും ഒഴിവാക്കണം. വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നമ്മൾ, വളരെ ബോഡി ലാംഗ്വേജ് ഒക്കെ വളരെ ഡിസ്ട്രാക്റ്റിംഗ് ആയിട്ടുള്ള ആക്ഷൻസ് ഒന്നും നമ്മൾ വരരുത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ചില കീ പോയിൻറ്റ്സ് ഒക്കെ നമ്മൾക്ക് സപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട് പ്രിൻ്റ് ഔട്ടൊക്കെ വേണേൽ കൊടുക്കാം. പിന്നെ നമ്മുടെ അതിന് വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഓഡിയൻസ് ഫീഡ്ബാക്ക് വെച്ചിട്ട് നമുക്ക് പ്രസൻറ്റേഷൻ റീഅഡ്ജസ്റ്റ് ചെയ്യാം. അതനുസരിച്ച് നമുക്ക് ടൈമും അതനുസരിച്ച് റീഅഡ്ജസ്റ്റ് ചെയ്യാം. സമയം കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ എടുക്കാവുന്ന രീതി നമുക്ക് വരാം. പിന്നെ നമുക്ക് ഫ്ലെക്സിബിൾ ആകാം. അൺഎക്സ്പെക്റ്റഡ് സിറ്റുവേഷൻസ് വരാൻ, ചിലപ്പോൾ ആരെങ്കിലും ക്രിട്ടിസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചിരിച്ചുകൊണ്ട് പറയാനായിട്ട്. പിന്നെ നമുക്ക് അവിടെയൊക്കെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, ഇടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് നല്ലതാണെന്ന് വെച്ചുകൊണ്ട് ഒരു ബാക്കപ്പ് പ്ലാൻ. ചിലപ്പോൾ നമ്മുടെ കൊണ്ടിരുന്ന ചിലപ്പോൾ ലാപ്ടോപ്പ് വർക്ക് ചെയ്യത്തില്ല, ചിലപ്പോൾ നിങ്ങളുടെ മെയിലിട്ടേക്ക് നല്ലതാണ്, ഏതിനകത്താണെങ്കിലും പെട്ടെന്ന് നമുക്ക് കയറിയെടുക്കാം. പിന്നെ നമുക്ക് സപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലുമൊക്കെ വിഷ്വൽ എയ്ഡൊക്കെ ആണോ, എപ്പോഴും തീർക്കേണ്ടത് അലോട്ടഡ് ടൈമിനകത്ത് തന്നെ തീർക്കണം. പിന്നെ ഇത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും, അടുത്ത പ്രാവശ്യത്തേക്ക് നമുക്കത് വളരെ മെച്ചപ്പെടുത്താനായിട്ട് പറ്റും. സാധാരണ ഫണ്ടിങ്ങിന് പോകുന്നതിനകത്ത് 12 ഫണ്ടിങ് വരെ എക്സ്പെക്റ്റ് ചെയ്യരുതെന്നുള്ളതാണ് റൂള്. 12 മുതൽ 18 ഫണ്ടിങ് ടോക്ക് വരെ. അത് കഴിയുമ്പോഴാണ് നമ്മൾ എക്സൽ ചെയ്യാൻ പോകുന്നത്. 20 എണ്ണമൊക്കെ കഴിയുമ്പോഴത്തേക്കാണ് നമ്മൾ ഫണ്ടിങ് പ്രസൻറ്റേഷനിലെ നമ്മൾ എക്സ്പേർട്ട് ആകുന്നത്. അപ്പോൾ അത് മനസ്സിൽ വെക്കണം. പിന്നെ നമ്മുടെ എക്യുപ്മെൻറ്റ്സൊക്കെ നേരത്തെ ടെസ്റ്റ് ചെയ്ത് വേണം. ബാക്ക് ഓഫ് കോപ്പീസ് ഉണ്ടായിരിക്കണം. നമ്മൾ കൊണ്ടുവരുന്ന ലാപ്ടോപ്പും ഇല്ലെങ്കിൽ അവിടുത്തെ പ്രൊജക്ടറും ഒക്കെ ആയിട്ട് കമ്പാറ്റബിൾ ആണെന്ന് ഉറപ്പ് വരുത്തണം. പിന്നെ നമുക്കത് റിമോട്ടായിട്ട് ക്ലിക്ക് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടോ, പ്രസൻറ്റർ ഉണ്ടോ, പിന്നെ നമുക്ക് പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ ഉണ്ടോ, ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഉണ്ടോ, നിങ്ങളുടെ മൊബൈലുമായിട്ട് കണക്ടിവിറ്റി ഉണ്ടോ, സ്ക്രീൻ മിററിങ് ഉണ്ടോ ഫെസിലിറ്റി, നിങ്ങൾ ലാപ്ടോപ്പിൽ കണ്ടുകൊണ്ട് നമുക്ക് സ്ക്രീനിൽ അവിടെ ചെയ്യാനായിട്ട് ഡിസ്ട്രാക്ഷൻ വരാതിരിക്കാനുള്ള സംവിധാനമുണ്ടോ. ചിലപ്പോൾ ഈ എക്സ്പോ ഒക്കെ നടക്കുന്നിടത്ത് ചിലപ്പോൾ നല്ല ഡിസ്ട്രാക്ഷൻസ് വരാം, അതിൻ്റെ ഇടയ്ക്കൂടെ നമ്മൾ പ്രസൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഞാൻ US കണ്ടിട്ടുണ്ട്, വലിയ എക്സ്പോ നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഫണ്ടിങ്ങിനുള്ള പ്രസൻറ്റേഷൻ നടക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ട്രബിൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് ട്രബിൾ ഷൂട്ടിങ്ങിനുള്ള സൗകര്യം നമുക്കുണ്ടോ. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് അവസാനം എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ അതും കൂടെ നമ്മൾ എടുക്കണം അവരിൽ നിന്ന്. പിന്നെ നമ്മുടെ പെർഫോമൻസ് എങ്ങനെയുണ്ടോ നമ്മൾ അതിന് ശേഷം നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ എവിടെയൊക്കെ നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ ആരോടെങ്കിലൊക്കെ അത് നമ്മൾ ചോദിച്ച് അവിടെ അത് രേഖപ്പെടുത്തിയിട്ട് നമുക്ക് അതിനെ ഇമ്പ്രൂവ് ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ 18 എണ്ണം കഴിയുമ്പോഴായിരിക്കും നമുക്ക് യഥാർത്ഥ, അതുവരെ ഏറ്റവും സാധ്യതയുള്ള ആളെ മാറ്റി വെച്ചുകൊണ്ടിരിക്കണം. പിന്നെ നമുക്ക് അത് കഴിഞ്ഞ് ഓരോ പ്രാവശ്യവും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഓരോ കോഴ്സ് കഴിഞ്ഞാൽ എൻ്റെ പ്രസൻറ്റേഷനൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. ഇപ്പോൾ ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് നോക്കിയേക്കാം. പിന്നെ അത് സക്സസ് ഉണ്ടാകുവാണെങ്കിൽ അത് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യണം. മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് വലിയ ലേണിംഗ് വരണം. പിന്നെ മറ്റുള്ളവരുമായിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. പിന്നെ നമുക്ക് നെക്സ്റ്റ് ഇതിന് വെച്ച് നമ്മൾ വീണ്ടും ഷെയർ ചെയ്തുകൊണ്ടിരിക്കണം, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ലേറ്റസ്റ്റ് പത്രം പോലും നോക്കിയിട്ട് അതുമായിട്ട് നമ്മുടെ എന്തെങ്കിലും ഉണ്ടോ, ലേറ്റസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ ഇൻഡസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ. അങ്ങനെ റിഫൈൻ ചെയ്തിട്ടാണ് നമ്മൾ അവസാനം ഫണ്ടിലേക്ക് പോകേണ്ടത്. ഇതൊക്കെ റിവ്യൂസ് ചെയ്ത് നോക്കിയിട്ട് ഇതിനെ കഴിഞ്ഞ് കുറച്ചുകൂടെ കൂടുതൽ പിച്ച് ഡെക്കും അതിൻ്റെ എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം, മോഡൽ പ്രസൻറ്റേഷൻ, ഇതെല്ലാം നമുക്ക് നേരിട്ടുള്ള ക്ലാസ്സിനകത്ത് നമുക്ക് എടുക്കാം. എന്നാലും നിങ്ങൾ പ്രിപ്പയർ ആയിക്കൊണ്ട് വരണം. കാരണം അവിടെ ഇരുന്ന് നമുക്ക് ക്ലാസ് നടന്നുകൊണ്ടിരിക്കും പ്രിപ്പയർ ചെയ്യാനുള്ള സമയം കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന സഹായമൊക്കെ വെച്ചിട്ട്, അപ്പോൾ ഇവിടെ വെച്ച് പഠിച്ചിട്ട് പ്രസൻറ്റ് ചെയ്യാമല്ലോ എന്ന് വിചാരിക്കരുത്. കാരണം നല്ല ഇൻവെസ്റ്റ് ചെയ്യാൻ തന്നെ മനസ്സുള്ള ആൾക്കാർ ചിലപ്പോൾ പല ക്ലാസ്സിലും വന്നിട്ടുണ്ട്. അതുകൊണ്ട് യു ക്യാൻ മേക്ക് യൂസ് ഓഫ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി. ഓൾ ദി ബെസ്റ്റ്.